ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ സമയത്ത് വിളിക്കരുതെന്ന്. പുള്ളിക്കാരൻ ഇവിടെ ലീവ് എടുത്തിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് പറയാനും വിട്ടുപോയി. അല്ലെങ്കിലേ നിൻ്റെ അടുത്ത് ഇത്രയും നേരം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ബഹളമാണ്. എനിക്കാണെങ്കിൽ നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോടാ? നമ്മൾ അങ്ങനെയല്ലേ? ഞാൻ പോയടാ ഇന്നലെ. സുന്ദരി ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേണ്ട വേണ്ട വേണ്ട, വീഡിയോ കോളൊന്നും വേണ്ട. പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. നീ കട്ട് ചെയ്യണ്ട, ഞാൻ സെൽഫി എടുത്തേക്കാം കേട്ടോ. നീ ഇത് കണ്ടോ? കാണാ ഇങ്ങോട്ട്. ഇത് കണ്ടോ? നീ വല്ലതും കാണുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കി. നിറ്റിയെ കണ്ടില്ലല്ലോടാ. നിറ്റിയെ കണ്ടോ നീ? നിറ്റിയ ഇവിടെ. ഇവളിത് എവിടെ പോയി? ഇവളിതാരോടെ സംസാരിക്കുന്നേ? എടാ നീ ഒന്ന് ഇങ്ങോട്ട് വാ. വരാനോ? ഞാൻ എന്തേലും പറഞ്ഞ് ചേട്ടൻ ഒന്ന് പുറത്തോട്ട് തള്ളി വിടാന്ന്. എടാ ഇതിനൊക്കെ എത്ര സമയം വേണം? നീ ഒന്ന് പെട്ടെന്ന് വന്നിട്ട് പോ. ചേട്ടൻ എന്താ ഇവിടെ? എന്താ? നീ ഫോൺ വിളിച്ചിട്ടൊക്കെ വന്നാൽ മതി. ആണോ? താങ്ക് യു. എടി മിനി, ചേട്ടന് പരാതിയൊന്നുമില്ല, ഫോൺ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പാവമാണെന്ന്. ഇന്നലത്തെ കാര്യം പറഞ്ഞേ. അടി ഇന്നലെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? ഇതവിടെ ഏതോ കാമുകൻ തന്നെ. രണ്ടിനെ ഞാനിന്ന് പിടിക്കും. ഇവളിതെവിടെ പോയി? ചേട്ടൻ എന്തിനാ അവിടെ? നീ എങ്ങനെ പോന്നു? ഞാൻ വന്നിട്ട് കുറേ നാളായി. ഇങ്ങോട്ട് വന്നേ, ഒരുപാട് ജോലിയുണ്ട് ഇവിടെ. അല്ല ചേട്ടൻ ഇവിടെ എന്താ നോക്കിക്കൊണ്ടിരുന്നത്? ഇനി നമ്മുടെ വാഴയ്ക്ക് വെള്ളം ഒഴിക്കണ്ട. അതിന് നമുക്ക് അവിടെ വാഴ. നീ പറഞ്ഞ കറക്റ്റാ. മഴയത്ത് ആരെങ്കിലും വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമോ? ഇല്ലേ? മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള. കുന്തം എനിക്കൊന്നും വയ്യ. കുന്തം റീല് ഞാൻ പോവാം. എന്താട്ടോ പോവല്ലേ? റീലൊന്നും തീർത്തിട്ട് പോ. എന്തോ അനിറ്റി ഈ റീൽസ് ഒന്ന് എടുത്തിട്ട് പോ. റീല് കുന്തം ആകെ ഒരു അവധി കിട്ടിയതാ. ഞാൻ ഒന്ന് വീട്ടിലിരിക്കട്ടെ. എന്നൊരു കാര്യം ചെയ്യ്, പോയി ഇറച്ചി വെച്ചിട്ടോ. ഇറച്ചി മേടിക്കാനോ? ഞാനിന്ന് പുറത്ത് പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ പോവാം. പോ. പോണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കവലയിൽ കുറേ അലവലാദികൾ ഇരിപ്പുണ്ട്. അപ്പന്മാരോ നോട്ടം കാണണം, തൊലി ഉരിഞ്ഞു പോകും. എന്നാ പിന്നെ നീ പോണ്ട, ഞാൻ പൊക്കോളാം. പോണോ? എന്നാലും എനിക്ക് ആ റീലൊന്നും എടുത്ത് തീർക്കാൻ പറ്റിയില്ലല്ലോ. വല്ല കാര്യമുണ്ട്. ഞാൻ ആ അവധി എടുത്തു. സാറേ, ഞാൻ റെൻസി. എന്താ റെൻസി? താമസിച്ചോ? താമസിച്ചില്ല. സാറല്ല, ഞാൻ താമസിച്ചു. എന്തിന്? സാറ് വരാൻ പറഞ്ഞിരുന്നു. 10,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാനോ? ഒന്ന് വിളിച്ചിട്ട് വരണമായിരുന്നു. ഞാൻ വിളിച്ചല്ലോ, സാർ ഫോൺ എടുക്കാത്തല്ലേ? നീ വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ പോയിരുന്നു. സാറ് വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തേക്കില്ലേ സാറേ? നീ പറഞ്ഞൊക്കെ ശരിയാ. ഇപ്പം ഭയങ്കര ടൈറ്റാണ്. പറയാമെന്ന് പറഞ്ഞാലേ സാറേ. നീ ഇപ്പം കണ്ടില്ല, ഞാൻ കാറ് പോലും എടുക്കാൻ നടന്നു പോവാ. പെട്രോൾ ലാഭിക്കാനാടാ. ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. എടാ, എത്ര നാളിങ്ങനെ കടം മേടിച്ച് ജീവിക്കും? നീ ഇപ്പം ഞാൻ കടം തന്നെന്ന് തന്നെ വെച്ചോ, നീ തിരിച്ചു തരുമോ? തരും സാർ. ഇല്ലെന്നേ, നടക്കില്ല. അപ്പം ഞാനും നീ തമ്മിൽ ശത്രുതയാകും. അതുകൊണ്ട് ഇപ്പം നീ പറഞ്ഞ പോലെ സമയം കഴിഞ്ഞു, ഞാൻ പോകുന്നു. നീ എവിടുന്നെങ്കിലും കടം മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യേ കേട്ടോ. സാറേ, പൈസ ഇല്ല. എടാ, നീ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ കേട്ടോ. നമുക്ക് കാണാം. ഇയാൾക്കൊരു പണി കൊടുക്കണം. അവൻ്റെ ഒരു ഉപദേശം. സാറേ പോകല്ലേ സാറേ? സാറേ പോകല്ലേ സാർ? എന്താ? സാറിൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നു. ഇല്ലില്ല. വന്നില്ലേ? സാറിനെ പോലെ ഒരാൾ വീട്ടിൽ നിൽക്കുന്നുണ്ട്. നിനക്ക് തോന്നിയായിരിക്കും. ഇല്ല സാറേ, സാറിൻ്റെ ഭാര്യ വളരെ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്ന കണ്ട് പുള്ളിയായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച സാറിൻ്റെ അനിയനായിരിക്കും. ഇല്ല. സാറിനെ വാർത്ത് വെച്ചേക്കുന്ന പോലെ തന്നെ. കുറച്ചുകൂടെ പൊക്കമുണ്ട്, കളറ് കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ തടി ഇതുപോലത്തെ ഉളുത്ത തടിയൊന്നുമില്ല, നല്ല ഒത്ത തടിയാണ്. എന്നിട്ടാണോ നീ പറഞ്ഞു എന്നെ പോലെ തന്നെ ഇരിക്കുന്നതെന്ന്? അത് പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സാറിൻ്റെ പരിചയക്കാരനല്ലെങ്കിൽ സാറൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. ചുമ്മാ പരദോഷം പറയാതെ. ഞാൻ കണ്ടാ പറഞ്ഞതേ. നീ കണ്ടാ പറഞ്ഞു. സാർ അങ്ങോട്ട് പോണു? കടയിൽ പോണില്ലേ? വീട്ടിൽ പോകണം, ഒരു സാധനം വെച്ച് മറന്നു പോയി.
കലികാലമാണേ, സൂക്ഷിച്ചാൽ സാറിന് എന്നാ നല്ലത്. ഞാൻ കണ്ടത് പറഞ്ഞെന്നേ ഉള്ളു. ഓത്തെന്നാ തോന്നണേ. സാറേ സാറേ ഞാനേ KCB നിന്നാണ്. മീറ്റർ ബോർഡ് റീഡിംഗ് ആണോ ചേച്ചി? ചേച്ചിന്നൊന്നും വിളിക്കണ്ട, നിറ്റി. തെറ്റിയതല്ല, ചേച്ചിന്ന് വിളിച്ചതാണ്. അയ്യോ തെറ്റിയെന്നല്ല, എന്റെ പേരാണ് നിറ്റി. ഓ നെറ്റി മീറ്റർ ബോർഡ്. ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. ആ ഈ ഒരാഴ്ച കൊണ്ട് കറണ്ട് വരും പോകും വരും പോകും. അതിന് ഒന്ന് നോക്കേട്ടാ. ഞാനേ മീറ്റർ റീഡിങ്ങിനാണ് വന്നത്. എന്നാലും ചേട്ടാ ഒന്ന് നോക്കേ. ഇതാരാ വണ്ടി? അവൻ പറഞ്ഞത് ശരിയാണോ? അവിടെ ആരാ സംസാരമോ? എന്നാലും ചേട്ടാ ഒന്ന് നോക്കേ. എന്നാലും നെറ്റി പറയുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ അവൻ പറഞ്ഞത് കറക്റ്റാ. അല്ല എന്താ പ്രശ്നം? വരും പോകും വരും പോകും. ഞാനിവിടെ വന്നു പോകുന്ന കുഴപ്പം നിനക്കില്ലേ? ചേട്ടാ ഫ്യൂസ് ഒന്ന് നോക്കിയേ. നല്ല പീസാ. നല്ല പീസ് ആയതുകൊണ്ടാടാ ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. വയറൊന്ന് നോക്കിയേട്ടാ. ഒരുപാട് വയറ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നൊന്നര വയറാ. 7ാം മാസം അനിയത്തിക്ക് പോലും കാണിച്ചു കൊടുക്കാത്ത വയറാ. കാണിച്ചു കൊടുക്കുന്നത് കണ്ടോ? അയ്യോ വയറ് പിടിക്കല്ലേ ഏട്ടാ. വയറ് കയറി പിടിച്ചവൻ. എന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കും. സമ്മതിച്ചു. ചേട്ടാ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ നയവഞ്ചകി, രാത്രിയാവണം, പിള്ളേരുറങ്ങണം, ലൈറ്റ് കെടുത്തണം, പട്ടാപ്പകല്. ഇന്ന് നിന്റെ അവൻ്റെ അവസാനമാടി. ഞാൻ നോക്കിട്ടെ, മൊത്തം അയച്ചു നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ എന്തെങ്കിലും ചെയ്യുന്നേ. അയ്യോ ഇവക്ക് നാണോ മാനോ ഇല്ല. നല്ലതുപോലെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ആണോ? എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ല. ഈശ്വരാ, വിസ്തരിച്ചാണല്ലേ. ഞാൻ പോയിട്ടെ വേറെ ആളെ പറഞ്ഞു വിടാം. അയാളാകുമ്പോഴേ സമയമെടുത്ത് ചെയ്യും. അയാൾ എന്നെക്കാളും ക്യാമനാ. അതിനെന്താ, ഇതിനൊക്കെ ആരായാലും പോരെ. എന്നാലും മനുഷ്യൻ ഇത്രയും തരം തരുമോ? ഇവനും മാമപ്പടിയുണ്ടോ? ഞാൻ പോയിട്ട് അയാളെ പറഞ്ഞു വിടാം. പിന്നെ അയാളെ കാര്യമായിട്ടൊന്ന് കാണണം. എടാ തെണ്ടി, ചേട്ടൻ എടാ തെണ്ടി. എന്താടാ? എന്താ ഏട്ടാ നീ എവിടെ നിന്നില്ല? നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. അവന് മാത്രമല്ല കാര്യമായിട്ട് നിനക്കും തരാം. എന്താടാ? എന്താട്ടാന്നോ? നിന്റെ കാമുവിനെ തല്ലി നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേടി? അയ്യോ അതെന്റെ കാമുകനല്ല, KCB ന്നാ. KCB മഴക്കോളുണ്ട് കേട്ടോ, കറണ്ട് പോവും. കറണ്ട് പോവൊന്നും വേണ്ട, KCB ഫ്യൂസ് ഊരിക്കോളും.